Trills and Thrills Birdwatching in India Textbook Questions and Answers. Question number 1. What is special about ornithology? പക്ഷിശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? Ornithology, the study of birds, is special because it combines adventure with peace. പക്ഷികളെക്കുറിച്ചുള്ള പഠനമായ പക്ഷിശാസ്ത്രം വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം അത് സാഹസികതയും സമാധാനവും സംയോജിപ്പിക്കുന്നു. It combines adventure with peace. While it involves excitement and occasional hazards, it is generally a calm and rewarding pursuit that allows one to observe the richness and variety of bird life. പക്ഷിജീവിതത്തിന്റെ സമൃദ്ധിയും വൈവിധ്യതയും നിരീക്ഷിക്കാനൊക്കെ അനുവദിക്കുന്ന വളരെ സമാധാനപരമായ റിസൾട്ട് തരുന്ന ഒന്നാണ് പക്ഷി നിരീക്ഷണവും പക്ഷിശാസ്ത്രവും. ഇതില് ആവേശകരമായ കാര്യങ്ങളുണ്ട്, ഇടയ്ക്കിടെ ചില അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. Question number 2. Is there any difference between what we read in books about birds and their real life? Explain. പക്ഷികളെക്കുറിച്ച് പുസ്തകങ്ങളിൽ വായിക്കുന്നതിൽ നിന്നും അവയുടെ യഥാർത്ഥ ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വിശദീകരിക്കുക. Yes, there is a difference. അതെ, അവിടെ വ്യത്യാസമുണ്ട്. In books, birds' behavior is often described in a fixed way, but in reality, birds may act unpredictably. പുസ്തകങ്ങളിൽ പക്ഷികളുടെ പെരുമാറ്റം പലപ്പോഴും ഒരു നിശ്ചിത രീതിയിലാണ് വിവരിക്കുന്നത്. അതായത് സെയിം രീതിയിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വേയിലാണ് അത് എപ്പോഴും വിവരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ പക്ഷികളുടെ രീതി, പക്ഷികൾ കൂടുകൂട്ടുന്ന രീതിയും അവരുടെ ഭക്ഷണ രീതിയും ഒക്കെ വ്യത്യസ്തമാണ്. പുസ്തകങ്ങളിൽ പറയുന്നത് പോലെയല്ല, അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തതാണ്. Salim Ali noticed unusual behaviors that were not mentioned in textbooks, showing that real-life observation can reveal more than theoretical knowledge. പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കാത്ത പല അസാധാരണമായ കാര്യങ്ങളും പക്ഷികളുടെ ജീവിതത്തിലുണ്ട് എന്ന് സലീം അലി തന്റെ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിലെ നിരീക്ഷണം, റിയൽ ലൈഫ് ഒബ്സർവേഷനിലൂടെ പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാനായിട്ട് കഴിയും. ബുക്കിൽ ബേസ് ചെയ്തിട്ടുള്ള തിയററ്റിക്കൽ നോളജിനേക്കാളും തിയറി ബേസ്ഡ് ആയിട്ടുള്ള അറിവിനേക്കാളും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും പക്ഷികളുടെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. Question number 3. On what occasion can elephants be dangerous? Why? ആനകൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അപകടകാരികളായിരിക്കാം, എന്തുകൊണ്ട്? Elephants can be dangerous if they are a rogue or angry or unpredictable, or if a female is with a small cough. ആനകൾ എപ്പോഴാണോ വളരെ ദേഷ്യപ്പെട്ട് കാണപ്പെടുന്നത്, ഒരു കൂട്ടത്തിൽ നിന്നും മാറി, അതായത് ഒറ്റയാന എന്ന് പറയും, ഒറ്റയാനയായിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിയാനയുള്ള പെണ്ണാനയോ ആണെങ്കിലായിരിക്കും എപ്പോഴും അത് അപകടകാരിയായി കൂടുതലും അനുഭവപ്പെടുന്നത്. In such cases, they may attack humans to defend themselves or their young. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്വയം രക്ഷിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനോ അവരെന്ത് ചെയ്യും? മനുഷ്യരെ ആക്രമിച്ചേക്കാം. Question number 4. What was the impact of the construction of the Parambiക്കുളം Dam? പറമ്പിക്കുളം അണക്കെട്ടിന്റെ നിർമ്മാണം സംബന്ധിച്ചിട്ടുള്ള അതിന്റെ ആഘാതം എന്തായിരുന്നു, അതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു? The construction of the Parambiക്കുളം Dam submerged the Parambiക്കുളം area and the surrounding beautiful forest and countryside, including the forest tramway that Salim Ali had travelled on. പറമ്പിക്കുളം അണക്കെട്ടിന്റെ നിർമ്മാണം പറമ്പിക്കുളം പ്രദേശത്തെയും ചുറ്റുമുള്ള മനോഹരമായ വനത്തെയും ഗ്രാമപ്രദേശങ്ങളെയും ഒക്കെ മാറ്റിക്കളഞ്ഞു, അവയൊക്കെ ചേഞ്ച് ചെയ്തു. ഡാം വന്നതോടുകൂടി ആ ഏരിയ മുഴുവനായിട്ടും മാറി. സലീം അലി സഞ്ചരിച്ചിരുന്ന ഫോറസ്റ്റ് ട്രാംവേ പോലും ഇപ്പോഴവിടെ ഇല്ല. Question number 5. What was the sight the forest guard pointed to? അവരെ കൊണ്ടുപോയ ആ ഗൈഡ് കാണിച്ചു കൊടുത്ത ആ കാഴ്ച എന്തായിരുന്നു? The forest guard pointed to a wild tusker striding down the narrow path ahead of them. അതായത് അവർ നടന്നുപോയ ആ ചെറിയ വഴിയിൽ ഒരു ഒറ്റക്കൊമ്പനാന നടന്നു വരുന്നതാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തത്. Question number 6. How did Salim Ali react when he saw the tusker? ഒറ്റയാനെ കണ്ടപ്പോൾ സലീം അലി എങ്ങനെയാണ് പ്രതികരിച്ചത്? Salim Ali immediately turned and ran as fast as he could to escape the elephant. അദ്ദേഹം ആനയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നത്ര വേഗത്തിൽ അവിടെ നിന്ന് ഓടി മാറി, ആനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓടി. Motioning to his companion Omar to do the same. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂടെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന
ഒമറിനോടും അതുപോലെ ചെയ്യാനായിട്ട് അദ്ദേഹം കാണിച്ചു. Question number 7. Do animals always attack when they encounter human beings? Explain. മൃഗങ്ങൾ മനുഷ്യരെ കാണുമ്പോഴെല്ലാം മനുഷ്യരെ അറ്റാക്ക് ചെയ്യാറുണ്ടോ, അവരെ ആക്രമിക്കാറുണ്ടോ? വിശദീകരിക്കുക. No, animals do not always attack humans. ഇല്ല, മൃഗങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യരെ ആക്രമിക്കാറില്ല. For example, in Salim Ali's Tusker incident, the elephant did not notice them and veered away into the grass without causing harm. ഉദാഹരണത്തിന് സലീം അലി പറഞ്ഞു വെക്കുന്ന കൊമ്പനാനയുടെ സംഭവത്തില് ആന അവരെ ശ്രദ്ധിക്കാതെ അത് വന്ന വഴി അടുത്ത ഒരു പുല്ലിലേക്ക് മാറി അതിന്റെ യാത്ര തുടർന്നു. Animals attack only when they feel threatened or provoked. മൃഗങ്ങൾ അവർക്ക് പ്രകോപനം ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകുമ്പോഴോ മാത്രമായിരിക്കും കൂടുതലായിട്ടും അത് അറ്റാക്ക് ചെയ്യുന്നത്. Next question. What made Salim Ali's hair stand on end? സലീം അലിയുടെ മുടി എഴുന്നേറ്റ് നിൽക്കാൻ കാരണമെന്ത്? എന്ത് സംഭവം ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് വളരെയധികം ഷോക്കിംഗ് ആയത്? Salim Ali's hair stood on end when he realized, after stepping back to observe a yellow-naped hyena, that he was standing at the very edge of a steep cliff. അപ്പോൾ ആ കുഞ്ഞു പക്ഷിയെ ഒബ്സർവ് ചെയ്യാൻ, അതിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ കയറി നിൽക്കുകയും അവിടെ നിന്ന് ഒരടി പിറകിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കുത്തിനെയുള്ള ഒരു പാറക്കെട്ടിന്റെ അരികിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം മറന്നുപോയിരുന്നു. ആ കല്ലുരുണ്ടു പോകുന്നത് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് അത് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ പാറക്കെട്ടിന്റെ അരികിലാണ് താൻ നിൽക്കുന്നതെന്ന് സത്യം മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ തലമുടി എഴുന്നേറ്റ് നിന്നത്. A small misstep could have caused him to fall. ഒരു ചെറിയ പിഴവ് പോലും ആള് മറിഞ്ഞു വീണ അപകടം സംഭവിക്കാൻ കാരണമായേനെ.